അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. പല രാഗങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത്? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. എന്തോന്നറിയ അതൊരു സുഖമില്ലാത്തൊരു ചോദ്യം. ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ വിചാരിച്ചു നീ ഏതെങ്കിലും 73ാമത്തെ മേളകർത്താരാഗത്തിനെ കുറിച്ച് ചോദിക്കുകയായിരിക്കും. അല്ല, ഒരു സംശയം വന്നു ഇവിടെ. ഇങ്ങനെ എന്തായിരിക്കും ഈ കാളരാഗം എന്നുള്ളത്? അല്ല, എന്താ എന്റെ ഉദ്ദേശം? എടാ എന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ഒരു രാഗം ചോദിച്ചിട്ട് ഇപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാതെ എത്ര രാഗമുണ്ട്. സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? പക്ഷെ അവന് രാഗമുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളോട് അതൊക്കെ പഠിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ നീ വിട്ടിത്തം ചോദിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. തമാശ നമ്മൾ അതങ്ങനെ എടുക്കത്തില്ല. ഒരാൾ മുമ്പിൽ ഇരിക്കുന്ന എന്ത് പണ്ടത്തിലും ചോദിക്കാന്ന് പറഞ്ഞിട്ട് നീ ചോദിക്കരുത്. കാര്യം അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനതാണ് പറഞ്ഞത്. അത് നമ്മൾ എൻ്റെ റൂമിൽ വന്നാണ് നീ ചോദിക്കുന്നെങ്കിൽ നമ്മൾ തമാശക്ക് എടുക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മണ്ണ ചോദ്യം എനിക്കത് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പ മാമ. പ്രൊഡ്യൂസറോട് ഓരോ ഐഡിയ. അയ്യോ മക്കളെ കരയല്ലേടാ. എടാ ഇന്ന് ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ. ഒരു ഏപ്രിൽ ഫൂളൊക്കെ ശ്രമിച്ചത് പ്രാങ്ക് ചെയ്തതാ ഞങ്ങള്. ഇതൊരുമാതിരി ചങ്കി തീ കോരിയിരുന്ന തമാശയായി പോയി. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് ടൈം. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ച് പൊളിക്കടാ.